ഒരു തെറ്റും തുടങ്ങിക്കോ. നിരന്തരമായി തട്ടിപ്പുകൾ നടത്തുകയും ആ തട്ടിപ്പുകൾ ആരെങ്കിലും ചോദ്യം ചെയ്താലോ പിടിക്കപ്പെട്ടാലോ മറ്റുള്ള ആളുകളെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സ്വഭാവത്തിനുടമയാണ് നമ്മളെ ചാരിറ്റി ചക്രവർത്തി, ചെണ്ട എന്ന് വിളിക്കുന്ന ഷമീർ കുന്നമംഗലം. അദ്ദേഹത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്, സ്പാരിറ്റി ചക്രവർത്തി. അത് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേ ഇപ്പോൾ ഷാമിൽ മോന്റെ കേസിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്കിയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ പഴയ ഇന്നോവയുടെ RC ഓണർ ആയിരുന്ന സിറാജ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരുന്നു, ഇദ്ദേഹത്തിന്റെ കൂടെയായിരുന്നു ഊണും ഉറക്കവും കിടത്തവും പിടുത്തവും എല്ലാം ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തി പെട്ടെന്ന് ഒരു ദിവസം എന്ത് ചെയ്തു, വയനാട്ടിൽ പോയി ഒരു സ്പാ തുടങ്ങി. ഇദ്ദേഹത്തിന്റെ ബിനാമി ആയിട്ടുള്ള സിറാജ് പോയിട്ട് വയനാട്ടിൽ ഒരു സ്പാ തുടങ്ങി. ആ സ്പാ തുടങ്ങിയ വിവരം ഞാൻ അറിയുകയും ഞാൻ അവിടെ പോയി നേരിട്ട് കയ്യോടെ പൊക്കിയിട്ട് ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മളെ സ്പാരിറ്റി ചക്രവർത്തി നടത്തിയ ഒരു വെല്ലുവിളി വീഡിയോ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് സമയക്കുറവായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പോയിട്ടില്ല. പിന്നെ അവന്റെ ബാലിശമായ വെല്ലുവിളികൾക്ക് മറുപടി കൊടുക്കാൻ ഞാൻ സമയം കണ്ടെത്താറില്ല. പക്ഷെ എന്തായാലും നമുക്ക് ആ ഒരു വെല്ലുവിളിയിലേക്ക് നമുക്ക് കടക്കാം. നീ ആൺകുട്ടിയാണെങ്കിൽ ഞാൻ ആ സ്പായിലോ ഞാൻ ആ റിസോർട്ടിലോ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഇടപാട് നടത്തിയെന്നോ അതിന്റെ ഏതെങ്കിലും പേപ്പറുകൾ എന്റെ പേരിലാണെന്നോ ഞാൻ അവിടെ ഏതെങ്കിലും സമയത്ത് വന്നുവെന്നോ ഞാൻ ആ റിസോർട്ടിൽ ഏതെങ്കിലും തവണ എന്തെങ്കിലും സുഖ സൗകര്യത്തിന് വന്നുവെന്നോ താമസിച്ചു എന്നോ ഞാനുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അവിടെ താമസിച്ചോ അല്ലെങ്കിൽ മോശകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയെന്നോ സെലീൽ തെളിയിച്ചാൽ സെലീൽ ആൺകുട്ടിയാണ്, കാസിമിന്റെ മകനാണ് എന്ന് പറയാൻ ഞാൻ നീ പറയുന്ന പണി ചെയ്യാൻ, നീ പറയുന്ന എന്ത് പണി ചെയ്യാനും ഞാൻ കൃത്യമായി മുന്നോട്ട് വരുമെന്ന് നിന്നോട് പറയാൻ ആഗ്രഹിക്കുക. ജോയിയുടെ കഫത്തിൽ നിന്ന് മാന്തിയെടുത്ത് നീ ആദ്യം വാങ്ങിയിട്ടുള്ള ഡൽഹിയിൽ നിന്ന് 5-6 ആൾ കൂടി വാങ്ങിയെന്ന് പറയുന്ന ഇന്നോവ പോലും നിന്റെ പേരിലല്ല, സിറാജിന്റെ പേരിലാണ്. അപ്പൊ സിറാജിന്റെ പേരിൽ ഒരു സ്പാ വന്നു എന്ന് പറയുന്ന സമയത്ത് നിനക്ക് എന്തിനാണ് ഇത്ര പൊള്ളുന്നത്? വയനാട്ടിലെ സ്പായുമായി ബന്ധപ്പെട്ട് ആ സ്പാ എന്റേതാണ്, അതിന് നേതൃത്വം കൊടുക്കുന്നത് സിറാജാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായി ഗൂഢാലോചന നടത്തി ആ തരത്തിലേക്കുള്ള ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വീഡിയോ പ്രചരിപ്പിച്ചിരിക്കുകയാണ്. സ്പാരിറ്റി ചക്രവർത്തി എന്നെ വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹമാണ് ആ ഒരു സ്പാ നടത്തുന്നത് എന്ന് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അത് തെളിയിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വെല്ലുവിളിക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞോ എന്ന് അദ്ദേഹം പറയട്ടെ, ഞാൻ എന്താ പറഞ്ഞതെന്നുള്ളത്. അത് എന്തിനാണ് ഈ ചൂടാവുന്നത് എന്നുള്ളതിന്റെ കാര്യം നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അതിന് മുമ്പ് ഞാൻ എന്താ പറഞ്ഞതെന്ന് അദ്ദേഹം തന്നെ പറയും. ഫിറോസ് പറഞ്ഞ ലൈവ് ചെയ്ത വീഡിയോ ഫിറോസ് 100 തവണ കേൾക്കണേ. സലീൽ പോലും ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല ഷമീറിന്റെ സ്പാ ആണെന്ന്. അപ്പൊ ഇവന് പോലും അറിയാം ഇവന്റെ സ്പാ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളത്. അപ്പൊ നീ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? സലീൽ പറയാത്ത കാര്യം. സലീൽ പറയാത്ത കാര്യമാണ് നീ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ സലീൽ പറഞ്ഞ കാര്യം എന്താണ്? സലീൽ പറഞ്ഞത് ഷമീർ കുന്നമംഗലത്തിന്റെ ആളുകൾക്ക് കൂടെ ഉണ്ടായിരുന്നവർക്ക് സ്പായുമായി ബന്ധമുണ്ട്, ബിനാമി ഇടപാടാണ് എന്നാണ്. എന്റെ ബിനാമികളാണ് അവിടെ നിന്ന് ഇന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. സിറാജ് പെരുവയിൽ എന്നുമായി ബന്ധപ്പെട്ട് ആ വീഡിയോ സ്പാ നടത്തുന്നത് സിറാജ് പെരുവയിലാണ് എന്നാണ്, അല്ലെങ്കിൽ സിറാജുമായി ബന്ധപ്പെട്ട ആളുകൾ. അപ്പൊ ഞാൻ പറഞ്ഞത് അവന് വ്യക്തമാണ്, അവന്റെ കൂടെയുള്ള ആളുകൾക്ക് സ്പായുമായി ബന്ധമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് സിറാജാണ് സ്പാ നടത്തുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് മാത്രമല്ല സിറാജിന്റെ വീഡിയോ ക്ലിപ്പിങ്ങുകളും അതുപോലെ തന്നെ സിറാജ് സ്പാന്റെ ബോർഡും പിടിച്ച് നിൽക്കുന്നില്ല എന്റെ മുന്നിലാവുന്നതെന്നേ, എന്റെ മുന്നിൽ മനസ്സിലായിട്ടില്ലേ? അപ്പൊ അത് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് തന്നെ ഞാൻ പോയിട്ട് ഇതാക്കിയതാണ്. എന്നിട്ട് ഇവൻ വെല്ലുവിളിക്കുകയാണ് ഇവന്റെ കൂടെയുള്ള ആരെങ്കിലും നടത്തിയെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് ഷമീറ, നിനക്ക് നല്ല സുഖല്ലേ? വയ്യ എന്റെ കുട്ടിക്ക് ഒരു ഉളുപ്പില്ലാണ്ട് എന്നിട്ട് വന്ന് വെല്ലുവിളിക്കുകയാണ്. ഇപ്പൊ സിറാജ് ആരാണെന്നും കൂടെ അവൻ പറയട്ടെ. സിറാജിന്റെ കൂടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു വർഷമായി ഞാനുമായി ചാരിറ്റി പ്രവർത്തനങ്ങളുമായി എന്റെ കൂടെ ഇല്ല. ഒരുപാട് കൂടെ നടന്ന ഒരാളാ. തുടക്കം മുതൽ എന്റെ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആളാ. കഴിഞ്ഞ ഒരു വർഷമായി അദ്ദേഹം എന്റെ പ്രവർത്തനങ്ങളിലില്ല. കാരണം എന്റെ കൂടെ നടന്നാൽ ആർക്കും എനിക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല സലീലെ. അവരൊക്കെ പാവങ്ങളാ. എന്നോടുള്ള സ്നേഹങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഇത്തരം നല്ല പ്രവർത്തനങ്ങളുടെ സ്നേഹം കൊണ്ട് കൂടെ നിൽക്കുന്നവരാ. ഞാനായിട്ട് പറഞ്ഞതാ, നിങ്ങളായിട്ട് നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ പോയി. സിറാജ് നിന്റെ കൂടെ നടന്ന ആളാണെന്നും നീ പറയുന്നുണ്ട്, നീയാണ് സ്പാ നടത്താൻ പറഞ്ഞു വിട്ടതെന്നും നീ പറയുന്നുണ്ട്. എന്നിട്ട് എന്നെ ഒന്ന് വെല്ലുവിളിക്കുക. എന്തിന്? ഇവന്റെ കൂടെയുള്ള ഇവന്റെ ബിനാമി, ഇവന്റെ ഇന്നോവ പോലും അവന്റെ പേരിൽ നിൽക്കുന്ന സമയത്താണ് അവൻ പോയിട്ട് സ്പാ തുടങ്ങിയിട്ടുള്ളത്. സ്പാനെ ന്യായീകരിക്കുന്നതും കൂടി കേട്ടോളിട്ടോ. ഒരു തെറ്റും തുടങ്ങിക്കോ, ഒരു തെറ്റില്ല. തെറ്റില്ലല്ലോ അല്ലേ? സ്പാ തുടങ്ങുന്നതിലൊന്നും തെറ്റില്ല. പക്ഷെ ഇവന് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. ഇവനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാൾക്കും ഇതിലൊരു ബന്ധമില്ല. പക്ഷെ ആരെങ്കിലും സ്പാ തുടങ്ങിക്കഴിഞ്ഞാൽ അവരെ നമ്മൾ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ഇവൻ അവരെ പ്രൊട്ടക്ട് ചെയ്യും. എന്റെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ പരിഹസിക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ എന്റെ കൂടെ ഓടി നടക്കുന്ന ആളുകളെങ്കിലും പരിഹസിക്കാൻ ശ്രമിച്ചാൽ കൃത്യമായി മറുപടി പറയാൻ ഞാൻ മാത്രമേ. ഞാൻ അവരെ പ്രൊട്ടക്ട് ചെയ്യും. ഇവിടെ സ്പാ നടത്താൻ, ഇവിടെ ഹോം സ്റ്റേ നടത്താൻ, ഇവിടെ ഇത്തരം പ്രസ്ഥാനങ്ങൾ നടത്താൻ ഗവൺമെന്റ് സംവിധാനത്തിൽ ലൈസൻസ് എടുത്ത് ആർക്കും ചെയ്യാം. പിന്നെ നിന്റെ സമ്മതം വേണോ? ഞാൻ എന്റെ സമ്മതം വേണമെന്ന് അറിയോ? സ്പാ നടത്തുന്ന ആൾക്കാര് സ്പാ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു, അതൊരു തെറ്റാണ്. എനിക്ക് ഇന്നെ വെല്ലുവിളിക്കണതിനാ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അടിസ്ഥാനരഹിതമായിട്ടുള്ള വെല്ലുവിളികൾ നടത്തുന്നതിൽ PhD എന്താ ചെയ്യുന്നുണ്ടോ? കേട്ടോ? അല്ല, ശരിക്കും ഈ സ്പാ തുടങ്ങിയത് എന്തിനാണ് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സന്തോഷങ്ങൾ പങ്കുവെക്കണ്ടേ? ഞങ്ങൾക്ക് റീൽസിലൂടെ ഞങ്ങൾക്ക് യാത്ര പോകുമ്പോ വണ്ടിയിൽ ഡ്രൈവ് ചെയ്യുന്ന ഒരു വീഡിയോ പങ്കുവെക്കാൻ ജനാധിപത്യ രാജ്യത്ത് അവകാശമില്ലേ? ഞങ്ങൾക്ക്
ഷോർട്സിട്ട് നടന്നൂടെ? പിന്നല്ലോ ആനന്ദങ്ങൾ അല്ലെങ്കിൽ ആ നൃത്തങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള സന്തോഷങ്ങൾ ഞങ്ങൾക്ക് എടുത്തൂടെ? ഈ വേണമെങ്കിൽ തായ് മസാജ് എടുത്തോ, എന്താ ഹാപ്പി എൻഡിങ് എന്തൊക്കെ ഉണ്ട് സാധനങ്ങൾ അതിൽ. ഞാൻ മറ്റേ വില വിളിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടണ, അപ്പോൾ അതൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന്റെ കൂടുതൽ ഈ ചാരിറ്റിയും ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ പാവപ്പെട്ട ആൾക്കാരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത സ്ത്രീകളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് സഹായം ചോദിച്ചു വരുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ അവസ്ഥ ആലോചിക്കുന്ന സമയത്താണ് നിങ്ങൾ സ്പാ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം ജനങ്ങളെ അറിയിക്കേണ്ടി വരുന്നു കേട്ടോ. എന്നോട് ക്ഷമിക്കണോ അത് തെറ്റായി പോയെങ്കിൽ. അടിയനോട് പുറക്കോ സ്പാരിറ്റി ചക്രവർത്തി ഇവൻ പറഞ്ഞു ഇവന്റെ കൂടെയുള്ള ആളുകളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സ്പാ നടത്തുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നിലക്കും എന്ന് നേരിടുന്നൊക്കെ പറഞ്ഞു. ഇനി വേറൊരു സാധനം കൂടെ പറയുന്നുണ്ട്, ഇവന് തലക്ക് നല്ല വെളിവില്ല കേട്ടോ. എന്റെ കൂടെയുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ എന്റെ അറിയുന്ന ആളുകൾ എന്നെ ആയിരക്കണക്കിന് ആളുകൾ ഫോട്ടോ എടുക്കാറുണ്ട്, ആയിരക്കണക്കിന് ആളുകൾ എന്റെ കൂടെ വീഡിയോ എടുക്കാറുണ്ട്, എന്റെ കൂടെ ഒരുപാട് ആളുകൾ റീൽസ് ചെയ്യാറുണ്ട് അല്ലേ. അവരൊക്കെ നാളെ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ മോശകരമായിട്ടുള്ള ആളുകൾക്ക് വന്നാൽ ഏതെങ്കിലും ഇടപാടിൽ കേസിൽ പിടിക്കപ്പെട്ട ഞാനാണോ കാരണക്കാര് സലിലെ? ഞാനാണോ കാരണക്കാര്? ഇവന്റെ കൂടെ റീൽസ് എടുത്ത ആളോ ഫോട്ടോ എടുത്ത ആളോ ഒന്നല്ല, ഇവന്റെ ഇന്നോവ പോലും സ്വന്തം പേരിലാക്കിക്കൊണ്ടിരിക്കുന്നവനാണ് അവന്റെ പേരിൽ ഒരു സ്പാവ് തുടങ്ങിയിട്ടുള്ളത്. സഹോദര തുല്യനായിട്ടുള്ള വ്യക്തിയാണ് എന്നൊക്കെ പറയുന്ന ഇവൻ പറയണം അവനുമായിട്ട് അവൻ തുടങ്ങിയത് ഞാൻ എന്താക്കാനാണ്. നിന്നെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞിട്ടില്ല, പിന്നെ നീ എന്തിനാണ് ഏറ്റെടുക്കാൻ വേണ്ടി വരുന്നത്? സ്പാ നടത്തുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് വല്ലാതെ വിഷമം വരുന്നുണ്ടല്ലോ. ഞാൻ എന്റെ കൂടെയുള്ള സിറാജിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ പോകണം, നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകണം എന്ന് പറഞ്ഞ് അവരവരുടെ രീതിയിൽ പോകുന്നു. പന്തലും അതിന്റെ ലൈറ്റ് സൗണ്ടിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. വയനാട്ടിൽ ഏതോ ഹോം സ്റ്റേയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി കാര്യസ്ഥപ്പണിയോ നോക്കി നടത്താനുള്ള പരിപാടികളുമായി പോകുന്നു. അവരുടെ ഉപജീവന മാർഗമാണ് ശരിയേ, അവരുടെ ഉപജീവന മാർഗമായിട്ടും പിന്നെ അറിയില്ല ഇതിന്റെ കാര്യങ്ങൾ കൃത്യമായ സർക്കാർ രേഖയോടെ നടത്തുന്നു എന്നാണ് ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നത്. അതേക്കുറിച്ച് മനസ്സിലാക്കിയപ്പോ അവർ നടത്തിക്കോട്ടെ, അവരുടെ ഉപജീവന മാർഗമല്ലേ, അവരുടെ ഉപജീവന മാർഗമല്ലേ, അവരുടെ പണം ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ അവർ ജീവിതം കൊണ്ടുപോകാനുള്ള തീരുമാനമായിട്ട് പോയാൽ ഞാൻ എന്തിനാണ് ഞാൻ മാർഗമായി പോകട്ടെ, അവരുടെ പ്രവർത്തനങ്ങൾ മാറട്ടെ. അതിൽ കുറ്റപ്പെടുത്താൻ നിനക്ക് അവകാശമില്ല, പക്ഷെ എനിക്ക് കുറ്റപ്പെടുത്താം, കാരണം ഞാൻ നയിച്ചു നിന്ന ആളാ. നീ രോഗികളുടെ കഫൻ ചുരണ്ടിയിട്ട് അതിൽ നിന്ന് ബാലൻസ് കിട്ടുന്ന പൈസക്ക് അവരെ നടത്താൻ പറഞ്ഞേക്കുന്ന സമയത്ത്, അവരെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് നിനക്ക് വേദന ഉണ്ടാവും, നിനക്ക് വിഷമങ്ങൾ ഉണ്ടാവും. കാരണം നീ ആണല്ലോ ഇവരുടെ ഒക്കെ മെയിൻ ആള്. ഏത് നിലക്കും ഇങ്ങനെ പണം ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുമ്പോൾ എനിക്ക് നാണല്ലേ സ്പാരിറ്റി ചക്രവർത്തി? സിറാജ് നിന്റെ കൂടെ എന്തോ റീൽ എടുത്ത് അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് അത്രയല്ലേ നിങ്ങൾ തമ്മിലുള്ള ബന്ധം. അപ്പോൾ സിറാജ് സ്പാ നടത്തിയാൽ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? അല്ല ഒരു നടത്തിക്കോട്ടെ എന്നല്ലേ പറയുന്നത്. സിറാജ് കൂടപ്പറപ്പിനെ പോലെ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗവുമായിട്ട് മുന്നോട്ട് പോകുന്നു. അദ്ദേഹം നടത്തുന്ന ഒരു സ്പാ ആണ്. ആ സ്പാ നടത്തുന്ന സമയത്ത് ഇവന്റെ ഇന്നോവ പോലും അവന്റെ പേരിലാണുള്ളത്. ഇവൻ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ചൂടാവും, ഇവ വെല്ലുവിളിക്കാൻ വരും, ഇവ കടിക്കാൻ വരും, മാന്താൻ വരും, ഇവര് നിക്കപ്പുറത്തി ഇല്ലാത്ത അവസ്ഥയാണ്. നിരവധി വെല്ലുവിളികളാണ് അതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആ സ്പായുമായി യാതൊരു തരത്തിലുള്ള ബന്ധമില്ല. ഞാൻ നിനക്കും തിരിച്ചും ഒരു വെല്ലുവിളിയാണ്. ബന്ധമുണ്ട് എന്ന് സെലീൽ കാണിച്ചാൽ സെലീലിന്റെ കാലിന്റെ കീഴിൽ വന്നിരിക്കും ഷമീർ കുന്നമംഗലത്തിന് നീ വീഡിയോയിൽ പറഞ്ഞ സ്പായുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കോഴിക്കോട് പ്രസ് ക്ലബിൽ വെച്ച് ഞാൻ പത്രസമ്മേളനം നടത്തി എന്റെ പൊതുപ്രവർത്തനം ഞാൻ അവസാനിപ്പിക്കും. നിന്റെ കൂടെ നടന്നിട്ടുള്ള, നിന്റെ സഹോദര തുല്യനായിട്ടുള്ള, നിന്റെ കൂടെ ഉണ്ടും ഉറങ്ങിയിട്ടുള്ള, നിന്റെ ഇന്നോവ പോലും സ്വന്തം പേരിലാക്കി വെച്ചിരുന്ന സിറാജ് അവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിനക്ക് നിഷേധിക്കാനാവുന്നില്ല. അവർ നടത്തിക്കോട്ടെ എന്നാ പറയുന്നത്. എന്നിട്ട് എന്നെ വെല്ലുവിളിക്കുക. ഞാൻ എന്താണ് നിനക്ക് ഇനി തെളിയിച്ചു തരാനുള്ള ഷമീറെ? ഞാൻ എല്ലാം തെളിയിച്ച് കൃത്യമായി പറഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ വീഡിയോ ഇട്ടത്. ആ വീഡിയോ എന്താണെന്ന് നിനക്കറിയാം. പിന്നെ ഇവിടെ വന്ന് വെല്ലുവിളിക്കേണ്ട ഉദ്ദേശം എന്തായിരുന്നു നിനക്ക്? വയനാട്ടിലെ സ്പായുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഇടപാടുണ്ട് എന്ന് കാണിച്ചാൽ അന്ന് നിന്റെ വീട്ടിൽ വന്ന് അവിടെ അടുക്കളയിലെ പാത്രം കഴിഞ്ഞാൽ നിന്റെ വീട്ടിലെ ആളിന് കാടി വെള്ളം കൊടുക്കും. നിലപാടോടുകൂടി ആർജവം വേണം നിനക്ക്, ആർജവം. ആർജവമാണ് നിനക്ക്, ആർജവം. ആർജവം ഉണ്ട്, ആർജവം ഇല്ല. എല്ലും തന്നെ പറയുന്നുണ്ട്, എല്ലും തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഇവൻ വെല്ലും വിളിക്കുന്നുണ്ട്. ഇവന് നല്ല സുഖല്ലേ മക്കളെ? ഇവന് കാര്യമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നമുണ്ട്. സൂചിയിലും സിറിഞ്ചിലും ഒന്നും നിൽക്കൂല. ഇവനെ നല്ല രീതിയിൽ ഷോക്ക് അടിപ്പിക്കേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത്. എന്തൊരു ഗതികെട്ടൊരു നാറി. മാത്രല്ല അന്ന് ഇവൻ പറഞ്ഞിരുന്നു എനിക്കെതിരെ നിയമ പോരാട്ടത്തിന് വേണ്ടി പോകുന്നു. ഇവൻ വക്കീലാണെന്നൊക്കെ പറയുന്നത്. ഇവൻ ഏതൊരു വക്കീലിന്റെ ഓഫീസിൽ ചായ കൊണ്ട് കൊടുക്കുകയാണ്. അവിടെയുള്ള മറ്റു സ്റ്റാഫുകൾ ലഞ്ച് ബ്രേക്കിൽ ലഞ്ചിന് വേണ്ടി കൊണ്ടുവന്ന ഭക്ഷണപാത്രത്തിൽ നിന്ന് കോയിമുട്ടൊക്കെ അടിച്ചു മാറ്റി. അന്നേ അടിച്ചു മാറ്റുന്ന ശീലമാണ്. കോയിമുട്ടൊക്കെ അടിച്ചു മാറ്റുന്ന ശീലമുള്ള ഒരുത്തനായിരുന്നു എന്നാ പറഞ്ഞു കേട്ട്. ഇവന്റെ കൂടെ വർക്ക് ചെയ്ത പല ആൾക്കാരും പറഞ്ഞ വലിയ ശല്യമായിരുന്നു ഇവരെ കൊണ്ട്. കാരണം ഉച്ചക്ക് വലിയ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ലഞ്ച് ബോക്സ് തുറന്നു നോക്കുമ്പോൾ അതിൽ കോയിമുട്ട ഉണ്ടാവില്ല. അവണ്ടാവും ആ സൈഡിൽ പോയി നിന്നിട്ട് ഇങ്ങനെ തിന്നത്. അങ്ങനെ തന്നെ ആരാന്റെ പാത്രത്തിൽ കൈയിട്ട് വാരി ശീലിച്ചവൻ അതേ രീതിയിലുള്ള പരിപാടിയായിട്ട് തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. എന്നിട്ട് ഇവൻ ഒരു വെല്ലുവിളി നടത്തുന്നുണ്ട്. എനിക്കെതിരെ കേസ് കൊടുക്കും, എന്നെ മൂക്കിൽ വലിച്ചു കളയുന്നൊക്കെ പറഞ്ഞിട്ട്. അതും കൂടെ കേട്ടോക്കാം. ഇന്ന് കാണിച്ച വീഡിയോ ജനങ്ങൾക്കിടയിൽ എന്റെ മാനവും അഭിമാനവും വ്യക്തിത്വവും ഒരു പണിക്കും പോവാതെ ആരാന്റെ കഫവും ജലം വാരി തിന്നുന്നവന് എന്ത് മാനവും അഭിമാനവും. നിയമ നടപടികൾ കൃത്യമായി
വളരെ പെട്ടെന്ന് എടുത്ത് ഇതിന് എല്ലാ ഫയലുകളും അടിച്ച് ഡിഫമേഷൻ അടക്കം മാനനഷ്ടത്തിനടക്കം കേസ് കൊടുത്ത് ഇതിനെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കും. ഇതിനെതിരെ പ്രതികരിക്കേണ്ട എന്റെ വലിയ ഉത്തരവാദിത്തമാണ്. കൊടുത്ത കേസ് എന്തായി, ഈ കൊടുത്ത ഡിഫമേഷൻ എന്തായി, ഭയങ്കര വെല്ലുവിളിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എല്ലാ കാര്യങ്ങളും സമ്മതിക്കുന്നുണ്ട്. ഇവൻ നടത്തിയെന്ന് തെളിയിക്കുന്നു പറയുന്നുണ്ട്. പക്ഷെ ഇവൻ നടത്തിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവന്റെ കൂടെയുള്ള സിറാജ് നടത്തിയെന്നാണ് അതിന്റെ കണ്ണുകൊണ്ട് കണ്ട് തെളിയിച്ച കാര്യമാണ്. സിറാജ് ഇവന്റെ കൂടെയുള്ള ആളാണെന്ന് ഇവൻ സമ്മതിക്കുന്നുണ്ട്. സിറാജിന്റെ പേരിലായിരുന്നു ഇന്നോവ എന്നുള്ളത് പബ്ലിക്കിലുള്ള പ്രൂഫാണ്. അത്രയൊക്കെ ഉണ്ടായിട്ടും ഇവന്റെ കൂടെ നടന്ന സിറാജ് നടത്തി എന്ന് പറയുന്ന സമയത്ത് ഇവൻ എങ്ങനെയാണ് പൊള്ളുന്നത് എന്നുള്ളത് കൂടെ നിങ്ങൾ ചിന്തിക്കണം. ഇവൻ തന്നെയാണ് ഇവരെ പറഞ്ഞയച്ചെന്നും ഇവൻ പറയുന്നുണ്ട്, എല്ലാം സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് എന്നെ വെല്ലുവിളിക്കും. ഞാൻ ഇനി ഇതിൽ എന്താ തെളിയിക്കാനുള്ളതെന്ന് വീഡിയോ കാണുന്ന ആൾക്കാരൊന്ന് പറഞ്ഞു തരണം. ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ തെളിയിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രാന്തന് പലതും പറഞ്ഞ് വെല്ലുവിളിക്കും. ഒരു വെല്ലുവിളിയിൽ എന്തോ ഒരു ഇത് കുടുങ്ങിയാന്നുണ്ട്. ഒരു സുഖമില്ലാത്ത കുട്ടിയാണ്. ആൾക്കാരെങ്ങനെ കഫ അടിച്ചു കയറ്റി ഇവര് മാനസികമായിട്ട് എന്തോ പ്രശ്നം വന്നെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആളുകളൊന്നും പറയാട്ടോ, ഞാനിതിൽ ഈ വിഷയത്തിൽ സിറാജ് സ്പാ നടത്തിയ വിഷയത്തിൽ, ഇവന്റെ ബിനാമിയായിട്ടുള്ള സിറാജ് വയനാട്ടിൽ പോയി സ്പാ നടത്തിയ വിഷയത്തിൽ ഞാൻ ഇനി എന്ത് കാര്യമാണ് തെളിയിക്കാനുള്ളത് എന്നൊന്ന് നിങ്ങൾ പറയണം. പഴയ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിന്റെ അടിയിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്താണ്. നന്ദി, നമസ്കാരം.